നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പോണോഗ്രഫിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഗുണം എന്തൊക്കെയാണെന്നുള്ളത് സംസാരിച്ചിട്ടുണ്ടായി അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നോണം നമ്മൾ കുട്ടികളിൽ ഇത്തരത്തിലുള്ള പോൺ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് അവർ കാണുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ കുട്ടികളുടെ അടുത്ത് നമ്മൾ സംസാരിക്കണം, എങ്ങനെ അവരുമായിട്ട് പെരുമാറണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നാച്ചുറൽ ആണെന്നുള്ളത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വെക്കുക. ബിക്കോസ് നമ്മളും ആ ഒരു ഏജ് കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഓരോരോ ഏജിലും നമുക്ക് ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. മെൻ്റലി ആണെന്നുണ്ടെങ്കിലും ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും ഇമോഷൻസ് ഒക്കെ നമുക്ക് മാറി മറിയാവുന്ന കാരണങ്ങൾ ഈ ഹോർമോൺ ചേഞ്ച് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കടന്നു വന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അവരുടെ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവർക്കും ഇത്തരത്തിലുള്ള ഹോർമോൺ ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ സംഭവിക്കും. സോ നാച്ചുറലായിട്ട് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ആദ്യമേ ഇങ്ങനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഭയങ്കര റൂഡായിട്ട് അവരുടെ അടുത്ത് സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഭയങ്കര ശാന്തമായിട്ട് അവരേറ്റ് കാര്യങ്ങൾ പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കാനുള്ളൊരു കാംനെസ്, ആ ഒരു ഹംബിളായിട്ട് പെരുമാറാനുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം ഭയങ്കര ആ ഒരു പാരൻറ്റിങ് തന്നെ ഭയങ്കര റൂഡായി പോവും, മോശമായി പോവും. അവരിലാണെന്നുണ്ടെങ്കിൽ അത് മോശമായിട്ടുള്ള ട്രോമയിലേക്കായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഇത് അറിഞ്ഞു, ഇത് ഞാൻ എന്ത് ചെയ്യുന്നുള്ള ടെൻഷൻ അവർക്ക് കൂടുതലായിരിക്കും. സോ ഒരിക്കലും അങ്ങനെ പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിന് കയറിയിട്ട് ഭയങ്കര അഗ്രസീവായിട്ട് പെരുമാറരുത്. ശരിയാണ്, ആസ് എ പാരൻറ്റ് നമുക്ക് ദേഷ്യം തോന്നും, എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ വരും, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാത്ത സിറ്റുവേഷൻ വരും. വായി തോന്നി എന്ന് കരുതി പറയരുത്. ഓക്കെ, എപ്പോഴും ആ ഒരു സീൻ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിം നമ്മുടെ ഫ്രണ്ടിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സെക്കൻഡ് ആലോചിക്കുക, എങ്ങനെ പെരുമാറണം, എന്ത് പറയണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ട് സംസാരിച്ചാൽ മാത്രം മതി. ശാന്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ആ ഒരു മൊമെൻറ്റിനെ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇതാണ് എൻ്റെ കുട്ടിയെ എനിക്ക് ടീച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല, കറക്റ്റ് ടൈം എന്ന് പറയുന്നത് ഇതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. വെറുതെ ഇടിച്ചു കയറി ഈ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിനേക്കാളും ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു ടീച്ച് മൈ ചൈൽഡ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ വളരെ ശാന്തമായിട്ട് ഭീഷണിപ്പെടുത്തരുത് കേട്ടോ. ഒരിക്കലും ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്കത് വീണ്ടും ചെയ്യാനുള്ള ടെൻഡൻസി വരും. അല്ലാന്നുണ്ടെങ്കിൽ കാണാനുള്ള ഒരു ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നിങ്ങൾ പറഞ്ഞ കേട്ടോളണം എന്നില്ല, നിങ്ങളുടെ കൈവിട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരിക്കലും ഭീഷണിപ്പെടുത്താണ്ട് നിങ്ങൾ അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ചിട്ട് സംസാരിക്കുക, അപകട സാധ്യതയെക്കുറിച്ച് സംസാരിക്കുക, ഇനി വരും വരായികളെ കുറിച്ച് സംസാരിക്കുക. കുറച്ച് ലോജിക്കലി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോഴാണ് അവരും അത് എത്രത്തോളം അതിൻ്റെ ഒരു സീരിയസ്നെസ് ഉണ്ടെന്നുള്ള അവരും കേൾക്കാൻ ഉൾക്കൊള്ളുള്ളൂ. അപ്പോൾ അങ്ങനെ ഉൾക്കൊള്ളാൻ തക്ക വിധം നിങ്ങൾ അതിൻ്റെ വരും വരായിക എന്തൊക്കെയാണ്, പ്രശ്നങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് അത് കാരണരുതെന്ന് പറയുന്നത്, അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് ലോജിക്കലി ഉള്ള കാര്യങ്ങൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും അവർക്ക് സംശയങ്ങൾ അധികമായിരിക്കും അല്ലേ. ഈ ഒരു ഏരിയയെ സംബന്ധിച്ചിടത്തോളം കുട്ടികളായിരിക്കുന്ന സമയത്ത് വളർന്നു വരും തോറും അവരും എപ്പോഴും ഈ ഒരു ഏരിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരിക്കും. നമ്മുടെ ബോഡി, അതുപോലെ തന്നെ സെക്സ് എന്താണ്, പോൺ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവർ കൺഫ്യൂഷൻസ് അധികമാണ്. വളർന്നു വരും തോറും അവരൊന്ന് സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ അവർക്ക് കൺഫ്യൂഷൻസ് ഏറെ ആയിരിക്കും. ആ സമയത്ത് നമ്മൾ തള്ളിക്കളയുകയാണ് പൊതുവെ പാരൻസ് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ പോലും അവർക്ക് സംശയങ്ങൾ ഏറെ ആയിരിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല, നിൻ്റെ ഈ ഒരു ഏജിൽ ഇതൊന്നും ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിക്കളയുന്നതിന് പകരം അവരെ വിളിച്ചിരുത്തി ശാന്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടായിരിക്കും. അതൊക്കെ ചോദിക്കുമ്പോൾ ക്ലിയർ ആയിട്ടൊരു ആൻസർ അവർക്ക് കൊടുക്കുക. അപ്പോഴാണ് അവരുടെ പേടി മാറുക, അവരുടെ തെറ്റിദ്ധാരണകൾ മാറുക. ഇതെന്തോ വലിയ സംഭവമാണെന്നുള്ള സാധനമൊക്കെ അവരുടെ മൈൻഡിലുണ്ടായിരിക്കും. അതൊക്കെ മാറിക്കിട്ടണമെങ്കിൽ നമ്മളും കുറച്ചും കൂടെ ജനറലായിട്ട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നോക്കണം. ഒരിക്കലും മാറ്റി നിർത്തപ്പെടരുത്. പിന്നെ ഇൻ്റർനെറ്റിലൂടെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവരിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് എന്തിനാണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെ പോസിറ്റീവ് വശങ്ങൾ അതിനുണ്ട്, അതുപോലെ തന്നെ ദൂഷ്യവശങ്ങളും ഇൻ്റർനെറ്റിനുണ്ട്. ആ കാര്യങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ഈ പോൺ എന്നുള്ളതും സെക്സ് എന്നുള്ളതും രണ്ടും രണ്ടാണ്. അത് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്താണ് റിയൽ സെക്സ്? ഇത് കണ്ടു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് ഒരു അറ്റംപ്റ്റ് വരുമായിരിക്കും. കൊളീഗ്സിൻ്റെ അടുത്തായാലും ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും ഒക്കെ ഒരു അറ്റംപ്റ്റ് വരുമായിരിക്കും. പക്ഷെ അതെങ്ങനെ ഡീൽ ചെയ്യണം, അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കാണരുത് പറയുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചേ മതിയാവുള്ളൂ. ഒരു സ്റ്റുഡൻ്റ് ആണ്, അവർക്ക് ഒത്തിരി റിസർച്ച് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആക്സിഡൻ്റലി അവർക്ക് എത്താനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കും മുൻപേ തന്നെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക.
ഇത് ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ഇൻ്റർനെറ്റ് എങ്ങനെയൊക്കെ നല്ല രീതിക്ക് ഉപയോഗിക്കാം, അതിന് ഇത്രയും ദൂഷ്യവശങ്ങളുണ്ട്, അതെങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഇവർ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നത്, എന്താണ് ഇതിൻ്റെ ഒരു സോഴ്സ്, എന്താണ് ഇതിൻ്റെ ഒരു മോട്ടീവ്, എന്തുകൊണ്ട് നിങ്ങളിത് കാണുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്നാൽ മാത്രമാണ് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. കൺട്രോൾ ചെയ്യണം, ഒരു പരിധി വരെ നമ്മൾ കൺട്രോൾ ചെയ്യണം. എന്ന് എഴുതിയിട്ട് കുട്ടികൾ ഓവറായിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ കൺട്രോൾ ചെയ്യുന്ന ഏരിയയിൽ ചെയ്യാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. സോ അങ്ങനെ ചെയ്യരുത്. നമ്മൾ അവരിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക. കുറച്ചും കൂടെ അവെയർ ആയിട്ടിരിക്കുക. ആസ് എ പാരൻറ്റ് നമ്മൾ കുറച്ചും കൂടെ അവെയർ ആയിട്ടിരിക്കുക. എത്രയൊക്കെ അവെയർ ആയാലും ആ കുട്ടികൾ നമ്മുടെ കണ്ണൊന്നും തെറ്റിയാൽ അവരുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്ന മിസ്റ്റേക്ക് അവർ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ റൂഡായിട്ട് പെരുമാറാണ്ട് ഭീഷണിപ്പെടുത്താണ്ട് ഭയങ്കര കാമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ആസ് എ ഫ്രണ്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. എത്രയൊക്കെ ഫ്രണ്ട്ലി പാരൻറ്റിങ് ആണെന്ന് പറഞ്ഞാലും ഒരു പാരൻ്റ് ആണ് നിങ്ങൾ. അപ്പോൾ ഒരിക്കലും ആ ഒരു പാരന്റ് എന്നുള്ളതും ഫ്രണ്ട് എന്നുള്ളതും ഇതിന്റെ നടുക്ക് നിന്ന് നമുക്ക് പെരുമാറാനേ പറ്റത്തുള്ളൂ. ഭയങ്കര ഓവർ പാരന്റിങ് ആയാലും പ്രശ്നമാണ്, ഓവർ ഫ്രണ്ട്ലി ആയാലും പ്രശ്നമാണ് അല്ലേ. അപ്പോൾ അത് കുറച്ചും കൂടെ പാരന്റിങ് എന്നുള്ള കാര്യം ബ്രേക്ക് ആവാണ്ട് ഫ്രണ്ട്ഷിപ്പിലോട്ട് വല്ലാണ്ട് അങ്ങോട്ട് ഒരു ഇത് കൊടുക്കാണ്ട് അവരെ ഭയങ്കര നിങ്ങളുമായിട്ട് ക്ലോസ് ആയിട്ട് വെച്ചുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരെ തെറ്റിൽ നിന്ന് തിരുത്താനും തെറ്റുകൾ എന്തൊക്കെയാണ് ശരികൾ എന്തൊക്കെയാണ് കറക്റ്റ് സിറ്റുവേഷൻസ് വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ ഫോണും ഈ ലാപ്പും ടാബോ ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണം. നിങ്ങൾ അറിയാണ്ട് അവരൊരു പാസ്വേഡ് കീപ്പ് ചെയ്യുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്ന സമയത്ത് ഫോണായാലും എന്തായാലും മറച്ചു വെക്കുന്നുണ്ട്, നിങ്ങളടുത്ത് പാസ്വേഡ് പറയാണ്ടിരിക്കുന്നുണ്ട് ഇത്ര ചോദിച്ചാലും, അങ്ങനത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവരെ കറക്റ്റ് വേയിലൂടെയാണ് അവർ പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ എപ്പോഴും കുട്ടികളുടെ സ്ക്രീൻ ടൈം നിങ്ങൾ മുതിർന്നവരുടെ മുന്നിൽ നിന്ന് മാത്രമാവണം എന്നുള്ളൊരു ശാഠ്യം കുറച്ച് ഒരു ഏജ് വരെ വെക്കുന്നത് നല്ലതാണ്. ബിക്കോസ് അവർ കുറച്ചും കൂടെ തെറ്റിൽ നിന്ന് പിന്തിരിയാൻ ചാൻസ് നമ്മൾക്ക് കുറയ്ക്കാൻ പറ്റുന്നത് ഇവിടെയാണ്. ഇപ്പോൾ എപ്പോഴും കുട്ടികൾ പഠിക്കാനുള്ള ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ കുറച്ചും കൂടെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കായിരിക്കും നെറ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിമുതിർന്നവരുടെ മുന്നിൽ നിന്ന് ആയിക്കൊള്ളണം സ്ക്രീൻ ടൈം എന്നുള്ളത് നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിലും ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സൈക്കോളജിസ്റ്റുകളോ അല്ലെങ്കിൽ കൗൺസിലേഴ്സിൻ്റെ അടുത്തോ കൊണ്ടുപോകുക. ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മടിയും കൂടാണ്ട് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക കുട്ടികളെ എന്നുള്ളതാണ്. അപ്പോൾ അവർ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് കൊടുത്തോളും. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.